സാഹചര്യം. ഇപ്പോൾ മുഖ്യമന്ത്രി മലമ്പുഴയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. നമുക്ക് മുഖ്യമന്ത്രിയുടെ പൊതുസമ്മേളനം. അത്തരമൊരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യമുക്തമാകാൻ കഴിഞ്ഞത്? ഇതും അവരെ അത്ഭുതപ്പെടുത്തി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുണ്ടാകാൻ എന്താ കാരണം? ഇവിടെ വർഷം കഴിയുന്തോറും ദരിദ്രരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രരുടെ എണ്ണം കുറയുകയല്ല. ഒരു ഭാഗത്ത് ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു, വേറൊരു ഭാഗത്ത് അതിസമ്പന്നരുടെ എണ്ണം വർദ്ധിക്കുന്നു. കോർപ്പറേറ്റുകളുടെ ആസ്തി വർദ്ധിക്കുന്നു. പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കുന്നു. ഈ വിപരീത ദശ അതാരുണ്ടാക്കിയതാ? നമ്മുടെ രാജ്യം ഭരിച്ചവർ. രാജ്യം ഇപ്പോ ഭരിക്കുന്നത് ബിജെപിയുടെ ഗവൺമെന്റ് ആഗോളവൽക്കരണ നയമാണ് അംഗീകരിച്ചിട്ടുള്ളത്. കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ സംരക്ഷണവും പിന്തുണയും. ജനങ്ങൾക്കുണ്ടായിരുന്ന ആശ്വാസ നടപടികൾ ഓരോന്നോരോന്നായി എടുത്തു കളയുന്നു. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നു. ഇത് ബിജെപിയുടെ ഗവൺമെന്റ്. ബിജെപിയുടെ ഗവൺമെന്റിന് മുൻപ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനും ഇതേ നയമായിരുന്നു. ആഗോളവൽക്കരണ നയം ബിജെപിയുടെ നയമല്ല. ആ നയം ആദ്യം നടപ്പാക്കുന്നത് കോൺഗ്രസ്സാണ്. നരസിംഹറാവുവിന്റെ കാലത്താണ് നമ്മുടെ രാജ്യം ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി രാജ്യത്ത് പാവപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. കോൺഗ്രസും ബിജെപിയും ഒരേ നയം. മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രി മലമ്പുഴയിലെ പൊതുവേദിയിലാണ് സംസാരിക്കുന്നത്. മലമ്പുഴയിലെ രാഷ്ട്രീയ പോരിന് ഇത്തവണ പ്രസക്തിയുണ്ട്. മുൻ മുഖ്യമന്ത്രി CPM-ന്റെ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടാണ് അവിടെ സുരേഷാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.